ഈ വിഷയത്തെ രണ്ടേക്കാണ്. ഒന്നെന്താന്ന് വെച്ചാൽ താൽക്കാലിക പരിഹാരവും, രണ്ട് ശാശ്വത പരിഹാരം. താൽക്കാലിക പരിഹാരം ഇവിടെ പറഞ്ഞല്ലാത്തൊന്നും പോകുന്നില്ല. ഒന്ന്, നമ്മളിപ്പോ ഒരു പ്രശ്നമുള്ളത് ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ വടക്കം മേലെ കിഴക്കൻ മേലെ സഹായിച്ചു. നമ്മളെ സുധീറെല്ലാം നിൽക്കുന്ന മേഖലയെ ബന്ധപ്പെട്ട് അവിടെ ട്രെഞ്ചെടുത്തു, അവിടെ പരിപാടി നടത്തി, കടശ്ശേരി നടത്തി. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞു വെച്ച പോലെ ഈ രണ്ട് സ്ഥലത്തുള്ള ആന ഇപ്പൊ നാട്ടിലാണ് നിൽക്കുന്നത്. ഈ ആനയെ അടിച്ച് ആദ്യം കാട്ടിലാക്കണം. അതിനകത്ത് അതിർത്തിയും പ്രശ്നവും നല്ല വിഷയം. അത് എന്റെ ഡിവിഷന്റെ ആണോ, എന്റെ റേഞ്ച് ആണോ, ഇല്ലെ പറയുന്ന അതിർത്തി എന്റേതാണോ, ആന എന്റെ ആണോ എന്ന് നോക്കുന്നതല്ല. ഇവിടെ ജനത്തെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ആ ആന അടിച്ചാദ്യം അപ്പുറം കണ്ടു. രണ്ട്, ജനവാസ മേഖലയും വനമേഖലയും തരംതിരിക്കണം. തരംതിരിക്കണം ചെല്ലുന്നല്ല അർത്ഥമില്ലെന്ന് പറഞ്ഞു. ഇതിപ്പോ കാടും റോഡ് കണ്ട തിരിച്ചറിയത്തില്ല. ഈ പ്രധാന റോഡ് മാത്രമല്ല, ജനവാസ മേഖലയിൽ പോകുന്ന എല്ലാ റോഡും ക്ലീൻ ചെയ്യണം. അതിന് തൊഴിലുറപ്പ് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇവിടെ ആലോചിച്ചത് പറയട്ടെ. തൊഴിലുറപ്പ് മാത്രമല്ല, എന്റെ അഭിപ്രായത്തിൽ ഫോറസ്റ്റ് KFDC ഇടപെടണം. KFDC ഇതിനകത്തെ പ്രശ്നം എന്താ? അച്ചൻകോവില് മേഖലയെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറെ, അല്ല സോറി, പിന്നെ പൊന്നി ഡിവിഷനെ ബന്ധപ്പെട്ട പ്രദേശമുണ്ട്, മുണ്ടൂർ ഡിവിഷനെ ബന്ധപ്പെട്ട പ്രദേശമുണ്ട്, അതുപോലെ തമ്മൽ ഡിവിഷനെ ബന്ധപ്പെട്ട പ്രദേശമുണ്ട്. ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന ഫോറസ്റ്റിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് നമ്മുടെ KFDCയുടെ വനം നിൽക്കുന്നത്. ഈ കശുമാവ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പ്ലാന്റേഷനുകള് മറ്റെല്ലാം നിൽക്കുന്ന ഭാഗത്ത് മുളയടക്കമുണ്ട്. അവിടെയെല്ലാം ആന കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ KFDCയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ കേന്ദ്രീകരിച്ച് ഇക്കാര്യം ചെയ്യണം. പിന്നെ വനവും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃഷി ഡിപ്പാർട്ട്മെന്റും വില്ലേജ് ഓഫീസും മറ്റനുബന്ധ സംവിധാനം എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താൽക്കാലിക പരിഹാരം നിലയ്ക്ക് ഈ വനത്തിന്റെ എല്ലാം റോഡ് വൃത്തിയാക്കി അത് ക്ലിയർ ചെയ്ത് ദൂരെ വന്നാൽ ആനെ കാണാൻ പറ്റും. അപകടം ഒഴിവാക്കാൻ തരത്തിലേക്ക്, നടന്നു പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംവിധാനം ചെയ്യണം. മറ്റൊന്ന്, അത്യാവശ്യം ഈ മേഖലയെല്ലാം ഇപ്പൊ ലൈറ്റ് ഇടാൻ കഴിയുന്നിടത്തല്ല. പുതിയതായിട്ട് എന്തെങ്കിലും എസ്റ്റിമേറ്റ് എടുത്തുള്ള കാര്യം പ്രായോഗിക നടക്കുന്ന കാര്യമല്ലല്ലോ. ഉള്ള ലൈറ്റ് എല്ലാം ഉപയോഗിക്കാൻ കഴിയണം. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചാർജ് ചെയ്ത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. മറ്റൊന്ന്, ഈ കരവൂർ ഫോഴ്സ് പിന്നെ സ്റ്റേഷനാണല്ലോ ഇപ്പോൾ ഉള്ളത്. ആ ചെക്കിംഗ് സ്റ്റേഷനിലേക്ക് ഈ പറയുന്ന രണ്ട് മേഖലയിൽ നിന്ന് പറ്റുക, രണ്ട് മേഖല ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ആലോചിച്ചിട്ട് രണ്ട് മേഖലയിൽ കുറച്ചുകൂടെ ആളുകളെ വിന്യസിപ്പിക്കണം. കഴിയുന്നത്ര ആണുങ്ങളായിട്ടുള്ള ആളുകളെ വിന്യസിപ്പിക്കണം. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട് അത് ഇവിടെ, അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ പുതിയ സാഹചര്യം പരിഗണിച്ച് ഈ കടശ്ശേരി ഈ പറയുന്ന കരവൂർ കിഴക്കൻ മേഖലയെ ബന്ധപ്പെട്ട് ഒരു പട്രോളിംഗ് സംവിധാനം നിലനിർത്തണം. RRTയുടെ സ്കോഡ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ താൽക്കാലികമായിട്ട് അതേ ഉപയോഗപ്പെടുത്തണം. ഈ സംവിധാനം ചെയ്തുകൊണ്ട് ഇത് നടത്തുന്നതോടൊപ്പം തന്നെ ഇതേ സമയത്ത് തന്നെ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള ട്രെഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ സോളാർ ഫെൻസിങ്, മറ്റെന്താ സംവിധാനം ഉള്ളത് ആ സംവിധാനം നടക്കണം. അതെല്ലാം ഈ പറയുന്നത് പോലെ നടന്നെല്ലാം വരാൻ വേണ്ടി കുറെ താമസിക്കും. അതിനിടയ്ക്ക് 2-3 മനുഷ്യജീവനോട് ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം നടപടി എടുക്കുന്ന കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് താൽക്കാലിക പരിഹാരം ഈ നിലയ്ക്ക് താൽക്കാലിക പരിഹാരത്തിന് അടിയന്തരമായിട്ട് തീരുമാനിക്കണം. അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ. ഒരു പക്ഷേ അതിനൊന്നും പ്രത്യേകിച്ച് സാക്ഷനല്ല. ഇതിന്റെ ഈ യോഗത്തിന്റെ ഭാഗമായി ഗവൺമെന്റിൽ കടപ്പെട്ടിട്ട് അത്യാവശ്യ ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയണം. ഒരു സംവിധാനം ഉണ്ടാവും. അപ്പൊ അത് താൽക്കാലിക പരിഹാരത്തിന് വരുന്നതോടുകൂടി ഈ പറയുന്ന പോലെ അപ്പൊ ആന ഇവിടുന്ന് മാറിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റും. ഇപ്പൊ സംഭവിച്ചത് രണ്ടിടത്തും ട്രെഞ്ചെടുത്ത് അവിടെ വനമേഖല ഭദ്രമാക്കിയപ്പോ വനത്തിൽ കിടന്ന ആനയെല്ലാം കൂടെ നാട്ടിൽ ഇറങ്ങിക്കണം. നാട്ടിലെ ജനത്തിന് ജീവിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ കണ്ടത് വളരെ വിജയകുമാരുടെ കൃഷി നശിപ്പിച്ചു. ഇവിടെ ഇപ്പൊ ഈ കനാർ പുറമ്പോക്കിലെ ഒരു കൃഷി ഭൂമിയാകെ തകർത്തു. അപ്പൊ ഈ നാട്ടിൽ ഇതിന്റെ എല്ലാം അതിനേക്കാൾ ഓടക്കൂടാണ് കിട്ടുവാങ്ങാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പ്രസന്റ് പോകുന്നതല്ല, പ്രായോഗിക തലത്തിൽ എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യം ചെയ്യാൻ പറ്റുന്നത് ഉള്ള ഫണ്ടുകൾ വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ KFDC ഈ പറയുന്ന പിന്നെ ഈ അമ്പല ഡിവിഷൻ, പൂന്നല ഡിവിഷൻ, ഈ രണ്ട് ഡിവിഷന്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന വെള്ളം തെറ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്ന പൂന്ന ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള ഭാഗമുണ്ട്. ആ മേഖലയെ ഉൾപ്പെടെയുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തിയും KFDCയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയും താൽക്കാലികമായി ഈ ദിവസം ഏറ്റവും അടുത്ത ദിവസം ചെയ്യാൻ പഞ്ചായത്തിന് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് പഞ്ചായത്തുമായി ആലോചിച്ച് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ ഈ മേഖലയിൽ എന്തൊക്കെ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റും. ആത്യന്തികമായി താൽക്കാലിക പരിഹാരത്തോടു കൂടി ആന ഇവിടെ നിന്ന് മാറി കിട്ടിയാൽ വാസ്തവത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ആ താൽക്കാലിക പരിഹാരം എങ്ങനെയൊക്കെ ഉള്ളത് ഒരു പ്രോസസ് ചെയ്യുക, അതിന് ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ ധാരണ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ പറയുന്നത് പോലെ ട്രെഞ്ചും മറ്റ് ഫെൻസിങ്ങും മറ്റുള്ള സംവിധാനങ്ങളും ഫണ്ട് വരുന്ന ആ ക്രമീകരിക്കുന്ന മുറയ്ക്കെത്തി അതെന്തായാലും തീരാൻ ഒരു 6 മാസം 7 മാസങ്ങൾ ഏറ്റവും കുറേ പിടിക്കുമല്ലോ. അതിനിടയ്ക്ക് ഒരു ജീവഹാനി ഉണ്ടാകാൻ പാടില്ലല്ലോ. ഈ കൃഷിഭൂമി സംരക്ഷിക്കപ്പെടാമല്ലോ. അതിനാവശ്യം സംവിധാനം ചെയ്യണം. വേറെ കാര്യങ്ങളിലേക്ക് ഒന്ന് പരത്തി കൊണ്ടുപോകുന്ന മീറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മീറ്റിംഗ് വിളിച്ചാൽ നല്ല കാര്യം തന്നെയാണ്. അതിനകത്തൊരു അപരാധമില്ല. ഇത് പരിഹരിക്കാൻ ഈ സംവിധാനത്തിലേക്ക് ഒരു TS സ്പിരിറ്റോടുകൂടി വരണം. ഇവിടെ സുധീർ പറഞ്ഞാൽ ഞാൻ ആവർത്തി പറയാം.